ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഒരിക്കൽ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ വലിയൊരു തീരുമാനമാണല്ലേ. നമ്മളെല്ലാവരും ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണം ഉറപ്പാണ്. ഒരിക്കലും നമുക്ക് മരണത്തിൽ നിന്നും ഒളിച്ചോടാനായിട്ട് സാധിക്കില്ല. മരണത്തെ ഭയന്ന് എവിടെ ഒളിച്ചാലും തേടിപ്പിടിച്ച് നമ്മുടെ പുറകെ വരുന്ന മറ്റൊരു കാര്യവുമില്ലെന്ന് തന്നെ നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് മരണത്തെക്കുറിച്ച് തന്നെയാണ്. മരണത്തെ ഭയക്കുന്നവർക്ക് വേണ്ടിയിട്ടും കൂടിയാണിത്. എങ്ങനെയാണ് നമുക്ക് നല്ലൊരു മരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ നമ്മിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നത്? ഭയം കൂടാതെ വളരെ സ്നേഹത്തോടു കൂടി, ആത്മീയ അഭിഷേകത്തോടു കൂടി നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. സത്യത്തിൽ മരണമെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് നമ്മുടെ ശരീരമാണ് മരിക്കുന്നത് എന്നുള്ളതാണ്. യാഥാർത്ഥ്യം അതുതന്നെയല്ല. മരണം എന്നത് ആത്മാവിൻ്റെ ഒരു തയ്യാറെടുപ്പും ദൈവത്തിൻ്റെ അരികിലേക്കുള്ള ഒരു യാത്രയപ്പും കൂടിയിട്ടാണ്. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരം മരിക്കുക എന്നുള്ളതല്ല യഥാർത്ഥമായിട്ടുള്ള മരണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നല്ല മരണം നേടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്, പാപപരിഹാര ജീവിതം നയിക്കുക. മരണം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം എന്നുള്ള ചിന്ത, ഒരു ബോധ്യം നമുക്കെല്ലാവർക്കും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓരോ ദിവസവും പശ്ചാത്താപത്തോടും അനുതാപത്തോടും കൂടി മുന്നോട്ട് പോവുക എന്നുള്ളത് മരണം ആഗ്രഹിക്കുന്ന ഓരോ ദൈവമക്കളുടെയും കടമ തന്നെയാണ്. രണ്ടാമത്തേത്, ദൈവത്തോടുള്ള ബന്ധം പുലർത്തുക. ആത്മാവിന് വേണ്ടത് സമാധാനമുള്ള ഒരു മരണമാണ്. അതിനുവേണ്ടി ദൈവവുമായിട്ടുള്ള ആത്മബന്ധം പ്രാർത്ഥനയോടുകൂടി തന്നെ സത്യസന്ധമായി നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. മൂന്നാമത്, ക്ഷമയും സ്നേഹവും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മൾ മരിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട ഒരു സമയമാണ്. ആ മണിക്കൂറുകളിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ ഒരു തരി പോലും വിദ്വേഷമോ മറ്റൊരാളോട് വൈരാഗ്യമോ ശത്രുതയോ വെച്ചു പുലർത്താൻ പാടുള്ളതല്ല. ഇനി ഭൂമിയിലില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ആ നിമിഷം തന്നെ എല്ലാവരോടും ക്ഷമിക്കുവാനും യാത്ര പറയുവാനുമുള്ള ഒരു കടമ നമ്മുടെ ഹൃദയത്തിൽ ബാക്കി കിടപ്പുണ്ട്. അത് ചെയ്യാതെ പോകുന്നവരാണ് പല മനുഷ്യരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആത്മാവിന് അത് വളരെയധികം ദോഷം ചെയ്യുന്നുണ്ട്. 4, ദൈവനിഷ്ഠയുള്ള ജീവിതം നയിക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് മരണത്തെ കാത്തു നിൽക്കുന്നവർക്ക് മരണത്തെ ഭയമില്ല. കാരണം അതിനുവേണ്ടി കാത്തിരിക്കുന്നവരാണ് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഹിതമനുസരിക്കുന്നവർ. അവർക്ക് മരണത്തോട് യാതൊരു തരത്തിലുമുള്ള പേടിയോ ഭയമോ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. കാരണം ദൈവത്തെ കണ്ടാൽ മതി എന്നൊരു ചിന്ത ദൈവത്തോടൊപ്പം ജീവിക്കുന്നവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ദൈവഹിതം നിറവേറ്റുക എന്ന് പറയുന്നത് തന്നെ, കർത്താവ് നമ്മളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നത് തന്നെ, നമ്മൾ നല്ലൊരു മരണത്തിലേക്ക് ദൈവത്തിൻ്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ്. അഞ്ചാമതായിട്ട്, മരണത്തെ ഭയപ്പെടാതെ അത് ദൈവവിളിയായി കണ്ട് സന്തോഷത്തോടെ സ്വീകരിക്കുക. യോഹന്നാൻ 11:25 ഈശോ പറയുന്നില്ലേ, ഞാനാണ് പുനരുദ്ധാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ വീണ്ടും ജീവിക്കുമെന്ന്. സത്യത്തിൽ മരണം ഒരു തോൽവിയാണെന്ന് നമ്മൾ പലരും വിചാരിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവവുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടലാണ് മരണം എന്ന് പറയുന്നത്. എന്നാൽ അത് ഭയം കൂടാതെ നമുക്ക് സ്വീകരിക്കാൻ പറ്റണമെങ്കിൽ തീർച്ചയായിട്ടും ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമ്മിൽ നല്ല പ്രവൃത്തികളും നന്മയും ആത്മീയമായിട്ടുള്ള അഭിഷേകവും നിറയേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്കറിയാം,
പാപപ്രവർത്തികൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രതിഫലം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. തീർച്ചയായിട്ടും സാത്താൻ ആ ഒരു ആത്മാവിനെ കൊണ്ടുപോകാൻ വേണ്ടി ദൈവത്തോട് വെല്ലുവിളിക്കുന്നതും നമുക്കറിയാനായിട്ട് സാധിക്കും. അവൻ്റെ അരികിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഓരോ ദൈവമക്കളും ഇതറിയണം. തീർച്ചയായിട്ടും മരണം ഭയക്കാനുള്ളതല്ല. എന്നാൽ മരണം ഭയമാകുന്നത് എപ്പോഴാണ്? നമ്മൾ പാപം ചെയ്യുമ്പോഴാണ്. ഇരുട്ടിനെ ഭയക്കുന്നതും പാപം ചെയ്യുമ്പോഴാണ്. ഭയമില്ലാത്തവൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും ദൈവസ്നേഹത്തിലും ജീവിക്കുന്നവന് ഒരിക്കലും ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. കാരണം കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവമെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മരണം ഒരു തോൽവിയല്ല. ഞാൻ പറയുന്നത് ആത്മഹത്യ ചെയ്യുന്നവരുടെ കാര്യമല്ല കേട്ടോ. സർവ്വസാധാരണമായി ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവം തരുന്ന മരണത്തെ സ്വീകരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. സ്നേഹത്തോടുകൂടി മരണം കാത്തുകിടക്കുന്ന എല്ലാ ദൈവമക്കളുടെ പാപങ്ങൾ തമ്പുരാൻ ക്ഷമിച്ച് നിത്യജീവനിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ വലിയ കരുതലും സ്നേഹവും ഉണ്ടാകുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.